ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഈദ് പർച്ചേസിങ്ങിൻ്റെ വ്ളോഗാട്ടോ. അപ്പോൾ ഓൾറെഡി എല്ലാവരുടെ ഈദ് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഞങ്ങളെപ്പോഴും ലൈറ്റായിട്ടുള്ളൊരു ഷോപ്പിംഗ് ഉണ്ട്. ഏതൊരു നോമ്പിനും നമുക്കൊരു 25 നോമ്പ് കഴിയാണ്ട് നമ്മൾ പുറത്തിറങ്ങത്തില്ല. അപ്പോൾ കുറച്ച് നേരം വൈകിപ്പോയി വീഡിയോ എടുക്കാനും പുറത്ത് പോകാനും ഒക്കെ ആയിട്ട് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഷോപ്പിംഗ് ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ നമ്മൾ ആദ്യം വന്നത് R&Bയിലേക്കാണ്. R&B, നെസ്റ്റോ, കാരിഫോർ ഇതൊക്കെ അടുത്തടുത്തുള്ള ഷോപ്പുകളാണ്. അപ്പോൾ ഫസ്റ്റ് R&Bയിൽ കയറിയിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ചെരുപ്പ് കണ്ടോ, നല്ല ഭംഗിയിട്ടില്ലേ കാണാനായിട്ട്. നമ്മൾ ഈ മോഡൽ ചെരുപ്പൊന്നും ഇടില്ലെങ്കിലും നമുക്കത് കാണാനൊരു കൗതുകമാണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. 7.5 റിയാലാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതാണ് കുട്ടികളുടെ സെക്ഷൻ. സത്യം പറഞ്ഞാൽ R&Bയിൽ കുട്ടികൾക്ക് പറ്റിയ നല്ലൊരു മോഡൽ ഡ്രസ്സ് ഉണ്ടല്ലോ, ഉടുപ്പ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ മോഡൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ വളരെ കുറവാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നൊന്നുമല്ലാണ്ട് നമ്മളെ മനസ്സിനിണങ്ങിയ ടൈപ്പ് ഒറ്റ ഡ്രസ്സും അവിടെ കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. പ്രത്യേകിച്ചും ഈ എന്താ പറയുക, ഒരു 7-8 വയസ്സിനുള്ളിലുള്ള കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ ഫൈഹാക്കും അക്കുലിനായൊരു റേഞ്ചാണല്ലോ കിട്ടേണ്ടത്. അപ്പോൾ അവർക്കിപ്പോൾ തീരെയും കുറവാട്ടോ സെലക്ഷൻ. അപ്പോൾ ഈ വിമൻസിൻ്റെ എല്ലാ ജീൻസ് വെറൈറ്റികളും ഉണ്ട് കേട്ടോ. സ്കിന്നി, ജഗിൻസ്, പിന്നെ മോമിന് വേറെ, പിന്നെ നമ്മളെ ഈ ബാഗി പാൻറ് ഇട്ടുള്ള, അങ്ങനെ വൈഡ് വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ഏത് മോഡലാണ് വേണ്ടത് അതിൻ്റെ ഏകദേശം എല്ലാ കളറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വൈറ്റ് കളർ അങ്ങനെ കാണുന്നില്ല, ബാക്കി എല്ലാ കളറും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ജീൻസ് നമ്മൾ എന്താ എടുക്കുക എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല കേട്ടോ. ഞാൻ എന്താ പെരുന്നാളിന് എടുക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ സത്യം പറഞ്ഞാൽ എനിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്തിട്ടാ കാണുന്ന അത് ഇപ്പം നല്ലതാണോ, നമുക്ക് പറ്റിയതാണോ അതിനനുസരിച്ച് എടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്, അല്ലാണ്ട് മുൻകൂട്ടി ഇന്നത് എടുക്കണം എന്നൊരു പ്ലാനിങ് ഞാൻ ഇതുവരെ പർച്ചേസ് ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ കാണുമ്പോൾ നമുക്ക് ഏതാ അഫോർഡബിളും കാണാനും ഭംഗിയും അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും എടുക്കാം. പിന്നെ ഫവൽക്കാക്ക് ടീഷർട്ടാണ് കേട്ടോ എടുക്കണം. ടീഷർട്ട് മതി, ഷർട്ട് വേണ്ട, ടീഷർട്ട് മതി എന്ന് പറഞ്ഞിട്ട് ടീഷർട്ട് ഇങ്ങനെ നോക്കാണ്. ഇപ്പോൾ ഫവൽക്ക 1-2 ടീഷർട്ട് ഇഷ്ടമായത്, മറ്റേ ലൂസ് ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ 2 ടീഷർട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ട്രയൽ റൂമിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് വലിയ കംഫർട്ടായിട്ട് തോന്നിയില്ല. പിന്നെ ഈ നോമ്പ് എടുക്കുമ്പോൾ ഫവൽക്ക ഭയങ്കരമായിട്ട് ക്ഷീണിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്യൂട്ടാവണില്ല എന്നും പറഞ്ഞിട്ട് ഒരാളത് അവിടെ വെച്ചു. പിന്നെ ഈ ഒരു ബാഗ് കണ്ട, ഇത് ശരിക്കും ഒരു വെറൈറ്റി ബാഗ് അല്ലേ. ഇതെങ്ങനെ ഇടാന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ വള്ളി ഉണ്ടാവുമായിരിക്കും, അത് കൈ പിടിക്കുന്നതാണോ അറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മോഡൽ ബാഗ് കാണുന്നത്. എനിവേ നൈസ്, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അതുപോലെ പല വെറൈറ്റി ഓഫ് കളക്ഷൻ ബാഗ് ഉണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും ഒരു ബാഗ് വാങ്ങണം. എൻ്റെ കയ്യിലുള്ള ബാഗ് നാശമായിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ പെരുന്നാളിൻ്റെ പർച്ചേസിങ്ങിൽ ഈ ബാഗും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെ ബഡ്ജറ്റ് കൂടിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് ബാഗൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഈ ജീൻസിൻ്റെ ബാഗ് കൊള്ളാമല്ലേ. നമ്മൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ പറ്റിയൊരു ബാഗ്. നമ്മൾക്ക് ഈ വീട്ടമ്മമാർക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്കും പറ്റും, ജസ്റ്റ് ഫാഷനായിട്ട് ഇടാൻ മാത്രം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ കോളേജ് ടൈപ്പ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ കോഡ് സെറ്റുകളുണ്ട് കേട്ടോ അവിടെ. കോഡ് സെറ്റുകൾ എന്ന് വെച്ചാൽ എനിക്ക് കോഡ് സെറ്റ് എടുക്കണം എന്ന് മനസ്സിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ എടുക്കുമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മുന്നേ പ്ലാനിങ് ഒന്നുമില്ല. പക്ഷേ കോഡ് സെറ്റ് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ. പക്ഷേ ആ കോഡ് സെറ്റ് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ നമുക്ക് പറ്റിയൊന്നുമല്ല, നല്ല ഇംഗ്ലീഷുകാർക്കൊക്കെ പറ്റിയ കോഡ് സെറ്റാണ്. ഇപ്പോൾ 5 ഹാക്കും ഇവിടെ തളർന്നിരിക്കുകയാണ്. നമ്മളൊന്നും എടുത്തിട്ടുമില്ല. പിന്നെ പക്ഷേ അത്യാവശ്യം ഷോപ്പ് മൊത്തം നടന്നിട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങൾ R&Bന്ന് ഇറങ്ങാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കാരിഫോറിൽ കാണട്ടെ. കാരിഫോറിൽ 1-2 ഷോപ്പുണ്ടല്ലോ, മാക്സ്, സ്പ്ലാഷ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടി അവിടെ വെച്ചിട്ട്. വണ്ടി ഭയങ്കര വലിയ വണ്ടിയിട്ടാണ്. വീഡിയോയിൽ അത്ര വലിപ്പം അങ്ങോട്ട് തോന്നുന്നില്ല, പക്ഷെ ഭയങ്കര വലിയ വണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ പേര് ഫവൽക്കാട് വെച്ചപ്പോൾ ഫവൽക്കാർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ കിട്ടുമെങ്കിൽ നമ്മളിവിടെ നിന്ന് മേടിച്ചിട്ട് വരും. കിട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നഷ്ടവും, ചിലപ്പോൾ വീട്ടിൽ പോകും.
ഇവളാണ് അനിയത്തി കുശുമുത്തി. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ മാക്സിൽ കാട്ടാൻ പോകണം. സെൻറ്റർ പോയിന്റിൽ അത് കഴിഞ്ഞിട്ട് കയറാമെന്ന് വെച്ചാൽ, കാരണം വെച്ചാൽ രണ്ടും കമ്പാരിറ്റീവ് നോക്കുമ്പോൾ മാക്സിലാണ് കേട്ടോ റേറ്റ് കുറവ്. മറ്റൊരിടത്ത് നല്ല റേറ്റ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ ഇവിടെയും മനസ്സിനാണെങ്കിൽ ഒരൊറ്റ ഡ്രസ്സില്ല കേട്ടോ. പ്രത്യേകിച്ചും എൻ്റെ മക്കൾക്ക് എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അറിയാൻ എല്ലാ ഡ്രസ്സൊന്നും സ്യൂട്ടാവില്ല. മീൻസ് കുറച്ച് വണ്ണം കുറഞ്ഞ ടൈപ്പ് ആയതുകൊണ്ട്. ഈ യെല്ലോ ടോപ്പ് കൊള്ളാലേ, നീല ജീൻസ് പാവാടയ്ക്കൊക്കെ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ വിമൺസിൻ്റെ സെക്ഷൻ. ഇവിടെ ഓക്കെ നമ്മളെ കോഡ് സെറ്റ് ഉണ്ട്, പിന്നെ നമ്മളെ എന്താ പറയുക, നമ്മളെ നോർമൽ ചുരിദാറുണ്ടല്ലോ അതൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. ഈ ടോപ്പുകൾ, മാക്സി ടൈപ്പ് ഡ്രസ്സ്, കോഡ് സെറ്റ് അതൊക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ സാധാരണ ഒരു ചുരിദാർ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ. പക്ഷെ അതിവിടെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ കണ്ടതെടുക്കാം, ഏതാ കാണുന്നതെന്ന് വെച്ചാൽ എടുക്കാം. ഇതൊരു കോഡ് സെറ്റാട്ടോ, ഗ്രീനും വരുന്നുണ്ട് വൈറ്റും വരുന്നുണ്ട്. ഗ്രീനല്ല, ഒരു പിസ്താഷ്യോ പോലത്തെ ഒരു കളറ്, പിന്നെ അതിൻ്റെ തന്നെ വൈറ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വൈറ്റ് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടമായില്ല. കാരണം ലൂസാകുമ്പോൾ നമുക്ക് അത്ര ബോറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ലൂസ് ഇട്ടെങ്കിലും അതെനിക്ക് ശരിയായില്ല. അങ്ങനെ ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സെൻറ്റർ പോയിന്റിൽ വന്നു. സെൻറ്റർ പോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര വില ആയിരിക്കും കേട്ടോ. സംഭവം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സും നല്ല ഭംഗിയായിരിക്കും ഡ്രസ്സൊക്കെ, പക്ഷെ ഭയങ്കര റേറ്റ് കേട്ടോ. വാങ്ങണോ ഒരെണ്ണം എടുക്കാൻ? ആയിക്കോട്ടെ ഇറങ്ങാം. ഇപ്പാക്ക് വാങ്ങാല്ലേ ഇതൊട്ടില്. അങ്ങനെ അന്നത്തെ ഷോപ്പിംഗ് അവിടെ കഴിഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ നോമ്പെടുത്തിട്ടല്ല, രാത്രിയാണ് നമ്മൾ പർച്ചേസിന് പോകണമെങ്കിലും നമ്മൾ ആകെ ടയേർഡാവാണ് കേട്ടോ. 1-2 ഷോപ്പ് എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഷോപ്പുകളുണ്ട്. നമുക്ക് കയറി മൊത്തം പരിധി വരുമ്പോൾ നമ്മൾ ആകെ ടയേർഡാണ്. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ലുലുവിൽ കാട്ടാ വന്നത്. ലുലുവിൽ ഫസ്റ്റ് തന്നെ ലുലുവിൻ്റെ റിയോ ഉണ്ടല്ലോ, അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, കാണാൻ ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണ ഉടുപ്പ് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഉടുപ്പാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ സിമ്പിളായിട്ടുള്ള ഉടുപ്പാട്ട് ഇതുപോലൊക്കെയുള്ള സിമ്പിൾ. പക്ഷേ കൈയില്ലാത്ത ഡ്രസ്സ് ഇവർ രണ്ടാൾക്കും വൃത്തി ഉണ്ടാവാറില്ല. ഇങ്ങനെ വണ്ണം കുറഞ്ഞ ടൈപ്പ് ആയതുകൊണ്ട് കൈയൊക്കെ ഇങ്ങനെ ഭയങ്കര ലൂസായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ കോട്ടൺ ടൈപ്പ് ഡ്രസ്സ് ഇഷ്ടമാട്ടോ. പക്ഷേ ഈ ഹെവി ആയിട്ടുള്ള ഉടുപ്പ് എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ ഈ മോഡൽ ഇതുപോലൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള, അതായത് അവർക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് എനിക്കിഷ്ടം. അങ്ങനെ റിയോ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ലുലുവിൽ കയറി നോക്കിയിട്ട്, ഇനിയിപ്പോൾ ലുലുവിലുണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ രണ്ടിലും കൂടെ കമ്പയർ ചെയ്തിട്ട് ഏതാ നല്ലതെന്ന് വെച്ചാൽ എടുക്കാമല്ലോ, രണ്ടും ഒരേ ഷോപ്പാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് പറ്റിയത് നോക്കണ്ട. അപ്പോൾ ഈ ഒരു ചുരിദാർ എന്ന് പറയാൻ പറ്റില്ല, ടോപ്പും പാൻറ്റും കൂടിയതില്ലല്ലോ, അങ്ങനത്തെ ഒരു സെറ്റാണ് ഇട്ടത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഫോൽക്ക് പറഞ്ഞത് എടുക്കേണ്ട, നമുക്ക് ഇത് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഓഫറിനിടും, അപ്പോൾ നമുക്ക് വന്ന് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഇതിന് അത്ര വലിയ റേറ്റ് ഒന്നുമില്ല കേട്ടോ, 8 റിയാൽ സംതിങ് വരുന്നുള്ളൂ. കുഴപ്പമില്ല, പാൻറ്റും ടോപ്പും കൂടി ആകുമ്പോൾ രണ്ടും കൂടെ 8 റിയാൽ കുഴപ്പമില്ലല്ലോ. എനിക്കിഷ്ടമായി. ഇതിൻ്റെ 2-3 കളറുണ്ട് കേട്ടോ. പാൻറ്റും ലുലിൽ ഇഷ്ടം പോലെ നമ്മളെ മലയാളികൾക്ക് പറ്റിയ ഡ്രസ്സുകളുണ്ട് കേട്ടോ. മീൻസ് ടോപ്പ് ആയാലും ചുരിദാർ വേണമെങ്കിൽ ഉള്ളിലുണ്ട് കേട്ടോ, നമ്മളെ ഈ പാകിസ്ഥാനി ടൈപ്പ് ചുരിദാർ. പക്ഷേ ഭയങ്കര റേറ്റ് ആയിരിക്കും, അത് കാരണം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എടുക്കണില്ല. പക്ഷേ ഈ ടോപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. ഇതൊക്കെ 2 റിയാലുള്ളൂ കേട്ടോ. പക്ഷെ നല്ല നൈസ് ടു സീ എന്ന് പറഞ്ഞോണം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിലേക്ക് വൈറ്റ് പാൻറ്റ്, ലൂസ് ടൈപ്പുള്ള പാൻറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മിഡിക്കായാലും ഒക്കെ ഇത് നല്ല സ്യൂട്ടാവും. വൈറ്റും ഈ ടോപ്പും കൂടെ അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ നല്ല ഭംഗിയിലെന്ന് തോന്നി. പിന്നെ ഞാനിത് ട്രൈ ചെയ്ത് നോക്കി ട്രയൽ റൂമിൽ പോയിട്ടാ. അപ്പോൾ അങ്ങനെ ബോറൊന്നുമില്ല, നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ്. പിന്നെ കളറ് നല്ല തീ മഞ്ഞാന്നൊക്കെ പറഞ്ഞോണം, നല്ലൊരു കളറാണ്. അതിൻ്റെ തന്നെ വേറൊരു കളറും ഉണ്ട്. അതേപോലെ തന്നെ ഇത് രണ്ടും നല്ല ടോപ്പാണ് കേട്ടോ. നമുക്ക് മിഡിൻ ടോപ്പായിട്ട് യൂസ് ചെയ്യാം. പിന്നെ കോഡ് സെറ്റായിട്ട്, അതായത് ഒരു ലൂസ് ടൈപ്പ് പാൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ കോഡ് സെറ്റായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ തന്നെ പലതരം ടോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ യെല്ലോ ടോപ്പാണ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ ഒരു ടോപ്പ്, അതായത് നമ്മളെന്താ പറയുക, ഇതിന് എന്ത് കളറാണ് പറയുക, ഇതിന് ഇൻഡിഗോ കളർ എന്നല്ല, ഇൻഡിഗോ കളറാന്ന് തോന്നുന്നുണ്ടല്ലേ, നല്ല ഭംഗിയുള്ള
നല്ല സൂപ്പർ കളറല്ലേ. പക്ഷെ എൻ്റെ കയ്യിൽ ഈ കളറില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കളർ ഡ്രസ്സേ ഇല്ല എൻ്റെ കയ്യിൽ. നല്ല കളറല്ല, ഇൻഡിഗോ കളറ്. പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ അത്ര മറ്റേതിൻ്റെ അത്ര ഭംഗി ഇല്ല എന്ന് പറഞ്ഞു അവർക്ക്. അപ്പോൾ പിന്നെ ഞാനതവിടെ വെച്ചു. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിക്കാണ്ടാട്ടാ പർച്ചേസ് ചെയ്യാൻ വന്നത്. മറ്റേത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പർച്ചേസ് ചെയ്ത് വന്നപ്പോഴേക്കും നോമ്പ് തുറന്നിട്ട് അങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്തതൊക്കെ അവിടെ ഒരു ഇനി കിട്ടുമെന്നറിയില്ല, ട്രോളിയിലാക്കി വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ തന്നെ ഓൾറെഡി 11 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടാ, സാധനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടികൾക്ക് ഞങ്ങൾ അങ്ങനെ കുറേ തപ്പി നടന്നിട്ട് ലുലുന്ന് തന്നെ ഡ്രസ്സ് എടുത്തു. കുഴപ്പമില്ലാത്ത ഡ്രസ്സ് എടുത്തു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. കുറേ വീഡിയോ ഒന്നും കുട്ടികൾക്ക് സെലക്ട് ചെയ്യുന്ന വീഡിയോയാ കുട്ടികൾക്ക് സെർച്ച് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം ടൈം കുറേ ആയി. ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന ടൈം എന്നൊക്കെ പറഞ്ഞാൽ 12:30 ടൈമാണ്. ഇനി ക്ലോസിങ് ടൈം ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം കുട്ടികൾക്ക് കറക്കി കുത്തി എടുത്തു. ഇനി ടൈമില്ല ഒന്നാമതായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പക്ഷേ ഞങ്ങൾ പർച്ചേസിങ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അത് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോഴേക്കും പെരുന്നാളൊക്കെ കഴിയും. അപ്പോൾ ഇനി എനിക്ക് ടോപ്പ് മാത്രം എടുത്തിട്ടുള്ള, എനിക്ക് പാൻറ്റ് വേണോ മിഡി വേണോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുത്തിട്ട് വേണം. അപ്പോൾ അവൾക്കാർക്ക് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ ബായ്.